കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇന്ന് നാഥനില്ലാ കളരിയായി മാറുന്നു. കോടികൾ ചെലവഴിച്ച് നവീകരിച്ച് മ്യൂസിയമാക്കി മാറ്റിയ ഈ ചരിത്ര സ്മാരകം സന്ദർശകരില്ലാതെയും അനാവശ്യ വാഹന പാർക്കിങ്ങിന് വിട്ടുകൊടുത്തും അധികൃതർ അവഗണിക്കുകയാണ്. 1910-ൽ ഇന്തോ യൂറോപ്യൻ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം തകർന്നു വീഴാറായപ്പോഴാണ് സർക്കാർ ഇടപെട്ട് നവീകരിച്ചത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ജില്ലയിലെ ആദ്യത്തെ സർക്കാർ മ്യൂസിയമായി ഇത് നാടിന് സമർപ്പിച്ചത്. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയുടെ വിശദമായ ചരിത്രവും ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മ്യൂസിയത്തിലുണ്ട്. ഒപ്പം കരിവള്ളൂർ, മുനയൻകുന്ന്, കോറോം സമരങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങളും പഴയകാല സംസ്കൃതിയുടെ ശേഷിപ്പുകളും മ്യൂസിയം സന്ദർശിച്ചാൽ അറിയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷനും ടൗണിലും എത്തുന്നവർക്ക് ഈ മ്യൂസിയം പരിസരം സൗജന്യ പാർക്കിംഗ് കേന്ദ്രമാണ്. മ്യൂസിയത്തിന്റെ മുറ്റം നിറയെ സ്വകാര്യ വാഹനങ്ങൾ കയ്യേറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിയം കാണാനെത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നൊരു ബോർഡ് പോലും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് മ്യൂസിയത്തിന്റെ പ്രവേശന കവാടം പോലും മറച്ച് പാർക്ക് ചെയ്യുന്നത്. തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ധാരാളം ആളുകൾ എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ സന്ദർശകർ ആരും തന്നെ എത്തുന്നില്ല. ഇങ്ങനെയൊരു മ്യൂസിയം പയ്യന്നൂരിലുണ്ടെന്ന കാര്യം പോലും പലർക്കും അറിയില്ല. ടിക്കറ്റ് വെച്ച് പ്രവേശനം നൽകുന്ന ഈ മ്യൂസിയത്തിന്റെ വരുമാനത്തെയും ഈ പാർക്കിംഗ് ദുരവസ്ഥ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ചരിത്രത്തെ സംരക്ഷിക്കേണ്ട പുരാവസ്തു വകുപ്പും പ്രാദേശിക ഭരണകൂടവും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്കായി കാത്തുവെച്ച ഈ വിജ്ഞാന ശേഖര ഇടം വെറുമൊരു പാർക്കിംഗ് കേന്ദ്രമായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.